നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. ദൈവകൃപയിലും നിങ്ങൾ സന്തോഷമായിട്ടാണ് സൗഖ്യമായിട്ടിരിക്കുന്നു. ദൈവകൃപയിൽ ഒരു കൂട്ടായ്മയായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. ദൈവം അനുഗ്രഹിക്കും. പുതിയ തീരുമാനങ്ങളുണ്ടാകും. ഒത്തിരി നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഈ അടുത്ത കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നവൻ ശരിക്കും അവൻ്റെ ജീവിതം എങ്ങനെയാവുമെന്ന് പറഞ്ഞിരിക്കുക. ഡെക്കറേറ്റ് യുവർ ലൈഫ് വിത്ത് ബ്ലെസ്സിങ്സ്. അതായത് നിൻ്റെ ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം അലങ്കരിക്കുമെന്ന്. ദൈവം നിൻ്റെ ജീവിതത്തെ ഡെക്കറേറ്റ് ചെയ്യും. നിൻ്റെ ഭവനത്തെ ദൈവം ഡെക്കറേറ്റ് ചെയ്യും. വയലിലെ പൂക്കളെ ദൈവം ഇത്രയും അലങ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു ധൈര്യമല്ലേ പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ ചിലരുണ്ടല്ലോ. എവിടെയൊക്കെയോ നമ്മളറിയാത്ത ആളുകൾ നമ്മുടെ നിയോഗത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഒരാൾ പോലും പ്രാർത്ഥിക്കാത്ത ആൾക്കാരുണ്ട്. ഒരാൾ പോലും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവരുമുണ്ട്. അങ്ങനെയുള്ള നമുക്ക് വേണ്ടി നമ്മളെ ഒരു സംവിധാനം, ഒരു സൗകര്യമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര്. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരങ്ങൾ ഉയർത്താൻ ആരൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ധൈര്യമല്ലേ? ഇതൊക്കെ ബലമല്ലേ? ഇതൊക്കെയാണ് ബലം. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരുന്നവർ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നിങ്ങളുടെ ശക്തിയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലരൊക്കെ ഉണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ബലമാണ്. ഇന്ന് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഈ 19-ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനം ശ്രദ്ധിക്കുകയാണ്. അത് സങ്കീർത്തനം 80-ാം അധ്യായമാണ്. 80-ാം അധ്യായത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് നിങ്ങളെല്ലാവരും ഈ 19-ാമത്തെ ദിവസം പ്രാർത്ഥിക്കണം. എന്നറിയോ ഹെഡിങ്? ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്നാണ്. ആ വാക്ക് നിങ്ങളൊന്ന് പറയണം. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണം. എന്താ വാക്കിൻ്റെ അർത്ഥം? ഒരുപക്ഷെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടുപോയ പല വിഷയങ്ങളുമായി ബന്ധമൊക്കെ തോന്നും. പക്ഷേ ഓരോ വചനങ്ങൾ ഓരോരുത്തർക്കുള്ളതാണ്. അതെന്നോട് സംസാരിക്കുന്നതാണ്. ദൈവമേ, എന്നെ പുനരുദ്ധരിക്കണമേ. ഞാൻ ആ വാക്യം ഇതിനു മുമ്പും പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര ഹൃദയസ്പർശിയായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം വളരെ ദുഃഖത്തിലായിരുന്നു. വളരെ എന്തോ ഒരു സന്തോഷമില്ലാത്തൊരു ദിവസമായിരുന്നു. അന്ന് ബൈബിൾ വേദപുസ്തകം തുറന്നപ്പോൾ കിട്ടിയ സങ്കീർത്തനമാണ് 80-ാം സങ്കീർത്തനം. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല. 2 പ്രാവശ്യം വായിച്ചപ്പോൾ ഇതെന്നുവാന്ന് എനിക്ക് മനസ്സിലായേയില്ല. 3-ാമത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്ക് വായിച്ച് തീർക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. ഞാനത് മടക്കി വെച്ച് പിന്നീട് ഒരിക്കൽ അത് വളരെ നിർത്തി അതൊന്ന് വായിച്ചു. അപ്പോൾ എനിക്ക് അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തന്നു. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. പ്രിയപ്പെട്ട വ്യക്തി, പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ചി, മനസ്സിലൊന്ന് പറഞ്ഞ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ വാക്കൊന്ന് പറഞ്ഞ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ആ ഒരു പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. നിങ്ങളുടെ ഭാവി സ്വപ്നങ്ങളെ, പഠിക്കാനുള്ള കാര്യം, ജോലിയുടെ കാര്യം എല്ലാം ഒന്ന് മനസ്സിൽ കണ്ട് വിശ്വാസത്തിൻ്റെ ആ സങ്കീർത്തകൻ്റെ വാക്ക് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. നല്ലൊരു പ്രാർത്ഥനയാണ് കേട്ടോ. അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. എന്തെന്നറിയാമോ ഈ വാക്യത്തിൻ്റെ അർത്ഥം? 80-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുവാണ്: കർത്താവേ, ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഒരു 2-3 പ്രാവശ്യം നിങ്ങളുടെ വീടുകളിൽ ഇന്ന് പ്രാർത്ഥനയായി മുഴങ്ങേണ്ട ഒരു വാക്കാണ്: കർത്താവേ, അങ്ങ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും പുനരുദ്ധരിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തികത്തെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പുനരുദ്ധരിക്കണമേ. എന്ത് നല്ല വാക്കാണത്! പുനരുദ്ധരിക്കുക, വീണ്ടും പണിതുയർത്തുക. അതാണ് ആ വാക്കിൻ്റെ മറ്റൊരർത്ഥം. പുനരുദ്ധരിക്കണമേ. ഈ വാക്യം വായിക്കുമ്പോൾ എന്തിനാണ് ഈ വാക്യം എഴുതിയെന്നറിയാമോ? ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്. ദൈവം നട്ടു, അതങ്ങ് വളർന്നു,
അതങ്ങ് പന്തലിച്ചു. വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ വളർച്ചയല്ല ദൈവം നടുമ്പോൾ സംഭവിക്കുന്നത്. അസാധാരണമായ, മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത വളർച്ച ദൈവം വളർത്തുമ്പോൾ ഉണ്ടാകും. ദൈവമെല്ലാം വളർത്തി കഴിയുമ്പോൾ ആ വളർത്തിയ ദൈവത്തെ, നട്ട ദൈവത്തെ മറന്നു. ദൈവം അന്നേരം അതിൻ്റെ മതിലുകൾ പൊളിച്ചു കളഞ്ഞു. കുറുക്കന്മാരും വഴിയെ പോയ കാട്ടുപന്നിയും വന്യമൃഗങ്ങളും വഴിയെ പോകുന്നവരും അത് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ എല്ലാം നശിച്ച് തകർന്ന് തരിപ്പണമായപ്പോൾ അവർ ചോദിച്ചു, ദൈവമേ, നീ നട്ട ഞങ്ങൾ എന്താ ഇങ്ങനെ തകർന്നത്? അപ്പോൾ അതിൻ്റെ കാര്യം അവർക്ക് മനസ്സിലായി. എന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. ഞങ്ങൾ തകർന്നു പോയതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ നട്ടവനെയും ഞങ്ങളെ വളർത്തിയവനെയും ഞങ്ങൾ മറന്നതാണ് ഞങ്ങൾ തകരാൻ കാരണം എന്ന് പറഞ്ഞിട്ട് അവർ പറയുവാണ്, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഇനി ഒരിക്കലും ഞങ്ങൾ പിന്തിരിയാൻ ഇടവരരുതേ, ഞങ്ങളെ ഒരിക്കലും പിന്തിരിയാൻ. പ്രിയപ്പെട്ടവരെ, ആകാശത്തോളം ഉയർന്ന പലരും ഇന്ന് പെട്ടെന്ന് താഴേക്ക് വീണ് ഒരു ചില്ല് ഗ്ലാസ് പൊട്ടിയതുപോലെ പൊട്ടിപ്പോകാൻ കാരണം എന്നറിയാമോ? അവർ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ നട്ട ദൈവത്തെ, വളർത്തിയ ദൈവത്തെ എല്ലാം മറന്നു കളഞ്ഞ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഈ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞതിങ്ങനെയാണ്, ദൈവമേ, ഈ വചനങ്ങളൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ ഒത്തിരി വൈകിപ്പോയല്ലോ. ഇതൊക്കെ നേരത്തെ നല്ല പ്രായത്തിൽ അറിയേണ്ടതായിരുന്നല്ലോ. അറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ ജീവിതമൊന്നും ഇതുപോലെ തകർന്നു പോകില്ലായിരുന്നു. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങൾ ഒരിക്കലും അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ഓടുന്ന ലോകത്താണ്. ദൈവവചനം കേൾക്കുമ്പോൾ കാത് 2 വിരലുകൾ കൊണ്ട് ഇങ്ങനെ കുത്തി അമർത്തിയ ഒച്ച പോലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, ദൈവവചനത്തിൻ്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്കോ നമ്മുടെ കൂടെയുള്ള പലർക്കും പ്രാർത്ഥിക്കാനോ വചനം കേൾക്കാനോ ഇഷ്ടമില്ല. ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നത് രാജ്യമായാലും വ്യക്തിയായാലും പ്രസ്ഥാനമായാലും സംവിധാനമായാലും എന്തുവായാലും അതിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ ആ വാക്യത്തിലേക്ക് വരുന്നു. സങ്കീർത്തനം 80-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ സീക്രട്ട് അറിയണമല്ലോ. എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളൊക്കെയല്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ ഈ വചനം ശ്രദ്ധിച്ച്, സങ്കീർത്തനം 80-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അതാണ് 8-ാമത്തെ വാക്യം. എന്താ ശ്രദ്ധിച്ചു കേട്ടോ? ദൈവമായ കർത്താവ് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് അവിടെ നട്ടൂന്ന്. അത് ശരിക്കും വൃത്തിയായിട്ട് നട്ടു. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ദൈവം നട്ട ജീവിതങ്ങളാണ്. കുടുംബജീവിതത്തിൽ ജീവിക്കുന്നവരാകാം, സമർപ്പിതരാകാം. ദൈവം നട്ടവരാണ് നിങ്ങൾ. ദൈവം നട്ട ജീവിതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവം നട്ടവരാണ്. ദൈവം നടുന്നതിൻ്റെ പ്രത്യേകത കേട്ടോണം. ദൈവം നടുന്നതിൻ്റെയും ദൈവം വളർത്തുന്നതിനെല്ലാം പ്രത്യേകതകളുണ്ട്. ദൈവം നട്ടു എന്നെഴുതിയിരിക്കുന്നു 8-ാമത്തെ വാക്യം. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. ഒരു കുടുംബത്തിലെ ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ, വല്യപ്പച്ചൻ വല്യമ്മ എന്ന നിലയിൽ, ഒരു സമർപ്പിതൻ, ഒരു അച്ഛൻ, ഒരു വൈദികൻ എന്ന നിലയിലൊക്കെ ദൈവമാണ് നിങ്ങളെ നട്ടുപിടിപ്പിച്ചത്. ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് അഭയമായി ഒരു ജോലി തന്ന് ദൈവമാണ് നിങ്ങളെ നട്ടുപിടിപ്പിച്ചത്. ശുശ്രൂഷയിൽ നട്ടുപിടിപ്പിച്ചത് ദൈവമാണ് നിങ്ങളെ നട്ടുപിടിപ്പിച്ചത്. തനിയെ വളർന്നു വന്നവരല്ല ആരും, ദൈവം നട്ടുപിടിപ്പിച്ചവരാണ്. അടുത്ത വാക്യം, നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനു വേണ്ടി തടമൊരുക്കി. ഒരു വലിയ തടം, തെങ്ങിന് തടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതിന് വെള്ളവും വളവും ഒക്കെ സുരക്ഷിതമായി കൊടുക്കാൻ അതിന് തടമൊരുക്കി. ദൈവം നട്ടിട്ട് പിന്നെ വേറൊരു വഴിക്ക് പോകുന്ന കർഷകനെ കുറിച്ചല്ല, അതിന് വേണ്ടത് അതിനൊരുക്കി കൊടുക്കും. ദൈവം നട്ട കുടുംബമാണ് നിങ്ങളുടേത്. ദൈവം നട്ടിട്ട് പോവുകയല്ല, നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായത് തടമൊരുക്കി തരും. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഒരു തടം പോലെ ഒരുക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തടം ഒരുക്കി, അത് വേരൂന്നി വളർന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ? ദൈവം നട്ടത് എങ്ങനെയാണ് വളർന്നത്? അത് വേരൂന്നി വളർന്നു എന്ന് എഴുതിയാൽ പോരായിരുന്നോ? പ്രിയപ്പെട്ടവരെ,
ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം നട്ടത് വേരൂന്നി വളരും. ദൈവം നട്ട ശുശ്രൂഷയാണോ നിൻ്റേത്, അത് വേരൂന്നി വളരും. ദൈവം നട്ട കുടുംബജീവിതത്തിലാണോ നീ ഉള്ളത്, അത് വേരൂന്നി വളരും. ദൈവം നട്ട വിദ്യാഭ്യാസത്തിലാണോ നീ മുന്നോട്ട് പോകുന്നത്, അത് വേരൂന്നി വളരും. ദൈവം തന്ന സ്വപ്നമാണോ നിനക്ക് രക്ഷപ്പെടണം, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹം ദൈവം നട്ടതാണോ, അത് വേരൂന്നി വളരും. ദൈവം നട്ട ബിസിനസ്സാണോ, അത് വേരൂന്നി വളരും. ദൈവം നട്ടതാണോ, അത് തളരില്ല, അത് വേരൂന്നി വളരും. ദൈവം എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് വേരൂന്നി വളരാനുള്ളതാണ്, അല്ലാതെ തളരാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോടാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് 80-ാം സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യങ്ങളാണ്. നിങ്ങളും ആ ബൈബിൾ ഒന്ന് തുറന്നു വയ്ക്ക്, 80-ാം അധ്യായം തുറന്നു വയ്ക്ക്, അതിൻ്റെ 8-9 വാക്യം ഒന്ന് വായിച്ചു നോക്ക്. അതെങ്ങനെയാണ് വളർന്നതെന്ന്. അത് വേരൂന്നി വളർന്നു എന്നാണ്, അല്ലാതെ എങ്ങനെയേലും വളർന്നു എന്നല്ല. എങ്ങനെയേലും വളർന്നതൊക്കെ എപ്പോഴൊക്കെയോ ഉണങ്ങിപ്പോയിട്ടുണ്ട്. വേരൂന്നി വളർന്നതൊക്കെ നിലനിന്നിട്ടുണ്ട്. വേരൂന്നി വളരണം. നിങ്ങളുടെ മക്കളോട് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസത്തിലും വേരൂന്നി വളരണമെന്ന് പറ. വേരൂന്നിയാണ് വളരേണ്ടത്. നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഭാഗമാണ് എന്ത് വളർച്ച, എന്ത് വേരൂന്നി വളരുന്നത്. വേരൂന്നി വളരുന്നതിനൊക്കെ വിലയുണ്ട്. വേരൂന്നി വളർന്നത്, ദൈവം നട്ടത് വേരൂന്നി വളരും. ഇനി എങ്ങനെ വളർന്നു, എന്തേരെ വളർന്നു എന്നൊന്ന് അറിയണമല്ലോ. അതാണ് 10-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഇങ്ങനെയാണ്: അത് വളർന്നിട്ട് ദേശം മുഴുവൻ പടർന്നു എന്ന്. എന്താണ് ഒരു ദേശം? ഒരു പഞ്ചായത്ത്, അതൊക്കെ ഒരു ദേശം എന്ന് പറയുന്നത്. ഒരു ദേശം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ലിമിറ്റഡ് പരിധി ഒന്ന് കണ്ടോളൂ. അങ്ങനെ ഒരു മുന്തിരിവള്ളി ഒരു ദേശം മുഴുവൻ പടരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു മുന്തിരിവള്ളിയാണേലും അതിനൊരു ഇത്ര ദൂരത്തിലൊക്കെ അതിൻ്റെ ശിഖരങ്ങളൊക്കെ പോയി പടരത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കാലാവധി അതിൻ്റെ ആ ശക്തി കഴിയും, അവിടെ കൊണ്ട് നിൽക്കും. ഒരു ദേശം എന്ന് പറയുന്നത് എന്തേരെ വിസ്താരമുള്ള ഒരു പ്രദേശമാണ്. ദൈവം നട്ടത് അസാധാരണമായി വളർന്നു എന്ന് അതിൻ്റെ അർത്ഥം. ദേശം മുഴുവൻ അങ്ങ് വളർന്നു. ഇത് വാക്യം തീരുന്നില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 10-ാമത്തെ വാക്യം: അതിൻ്റെ തണലുകൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റ ദേവദാരുക്കളും മൂടിപ്പോയി. അപ്പം നിസ്സാരമല്ലായിരുന്നു വളർച്ച, സാധാ വളർച്ചയൊന്നുമല്ല. നിങ്ങൾ കണ്ടിട്ടുള്ള മുന്തിരിവള്ളി ഇത്രയൊക്കെ വളർന്നിട്ടുള്ളൂ, അത് നിങ്ങൾ നട്ടതാണ്. ഏതെങ്കിലും സ്ഥലത്ത് മുന്തിരി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഒരു മുന്തിരിയുടെ ചോടും അടുത്ത മുന്തിരിയുടെ ചോടും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ശിഖരങ്ങൾക്ക് എത്ര വീതി, എത്ര നീളമുണ്ട്, അതിൻ്റെ ശിഖരങ്ങൾ എത്ര നീളത്തിൽ അത് പോകുമെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതവിടെയുള്ള മുന്തിരി കൃഷി ചെയ്യുന്ന ഒരു കർഷകനോട് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങളും കണക്കുകളും കിട്ടും. ഒരിക്കലും ഒരു കൃഷിക്കാരൻ നട്ടിട്ട് ദേശം മുഴുവൻ വളർന്ന ഒരു മുന്തിരി വള്ളിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒരു കർഷകനും ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു, അവരിങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ ദൈവം നട്ടത് അത് വല്ലാതെ വളർന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തോ, ദൈവം നട്ടത് അസാധാരണമായി വളരും. ഈ വളർച്ചയെല്ലാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം നട്ടതെല്ലാം വളരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലല്ല, അസാധാരണമായി വളരും. ദേശം എഴുതി നോക്കൂ, ഈ വാക്യം എഴുതിയിരിക്കുന്നതും ശ്രദ്ധിക്കണം. അത് വളർന്നിട്ട് ഈ മുന്തിരിയുടെ തണലുകൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകളും മൂടിപ്പോയി. അതായത് വലിയൊരു മല അതുവരെ മൂടിപ്പോയെന്ന്. അപ്പോൾ ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല, ഇതിൻ്റെ വളർച്ചയുടെ വേഗതയും വളർച്ചയുടെ ശക്തിയും. അത് വല്ലാതെ മൂടി. അടുത്തത്, അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങ് സമുദ്രമുള്ള സ്ഥലം വരെയും ഇതിൻ്റെ ശേഖരം നീണ്ടുപോയെന്ന്, നദി വരെയും നീണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ നീളം കിലോമീറ്ററോളം ഇതങ്ങ് നീണ്ട്. ഇതിൻ്റെ വളർച്ചയുടെ പ്രത്യേകതയാകട്ടോ എഴുതിയിരിക്കുന്നത്. ഇതൊരു മുന്തിരിവള്ളിയുടെ നിങ്ങൾ കണ്ട ഒരു പ്രത്യേക ഇനം മുന്തിരിയിൽപ്പെട്ട മുന്തിരിയുടെ വളർച്ചയെക്കുറിച്ചല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ദൈവം നട്ട മുന്തിരി, ദൈവം നട്ട ജീവിതം, ദൈവം നട്ട സ്വപ്നം, അതാണ്. ഈ ദൈവം നട്ടതൊന്നും തളരത്തില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നം നട്ടു. ഒരു സ്വപ്നം, അത് പുള്ളി സഹോദരന്മാരോട് പറഞ്ഞു. അത് അവരുടെ പ്രശ്നം. ഇവർ വിചാരിച്ചെന്നറിയാമോ, ഇവനെ കിണറ്റിലിട്ടാൽ ഇവൻ്റെ സ്വപ്നവും കിണറ്റി പോകുന്ന. ദൈവം നട്ടത് കിണറ്റിപ്പോകും, ഇവൻ രക്ഷപ്പെടിയാലെന്ന് ഓർത്തത്. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾക്ക് കിണറ്റിലിടാം, എന്നെ നിങ്ങൾക്ക് നശിപ്പിക്കാം, പക്ഷെ ദൈവം എനിക്ക് തന്നതിനെ, എൻ്റെ ദർശനത്തെ, നിലപാടുകളെ, എൻ്റെ ബോധ്യങ്ങളെ, എനിക്ക് ദൈവം തന്ന കൃപാവരങ്ങളെ വേറൊരാൾക്ക് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അത് വളരും.
അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളരും, അത് അസാധാരണമായത് വളരും. ആ ചെടിയുടെ പ്രത്യേകത കൊണ്ടല്ല, നട്ട ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമുണ്ടോ? സ്വന്തം കഴിവിലും വളരും, സ്വന്തം ബുദ്ധിയിലും വളരും. പ്രിയപ്പെട്ടവർ, അതെല്ലാം സത്യമാണ്. ഒരു പ്രാർത്ഥിക്കാത്തവനും ഒരു ദൈവവിശ്വാസം ഇല്ലാത്തവനും വളരും, വീട് വെക്കും, കാറ് മേടിക്കും, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം നട്ടത് എങ്ങനെ വളരും? അസാധാരണമായി വളരും. അത് വേരൂന്നി വളരും, അത് ദൈവത്തിൽ അത് വളരും. അങ്ങനെ വേണം നമ്മൾ വളരാൻ. വളർന്നു. പക്ഷേ 12-ാമത്തെ വാക്യം എനിക്കൊരു സംശയം ഉണ്ടാക്കി. എഴുതിയിരിക്കുകയാണ്, അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട്? എല്ലാം വളർത്തിയതെല്ലാം ദൈവമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അതിൻ്റെ മതിൽ അങ്ങ് തകർത്തു കളഞ്ഞു. ഒരു കാരണമുണ്ട്. വളർന്നു കഴിഞ്ഞപ്പോൾ ഈ നട്ടവരെ മറന്നുപോയി, വളർത്തിയവനെ മറന്നപ്പോൾ ദൈവം അതിൻ്റെ മതിൽ പൊളിച്ചു കളഞ്ഞു. എനിക്ക് നിങ്ങളോട് അതുകൊണ്ടാണ് ഇതിൻ്റെ 80-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഈ സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ എന്താ ഇങ്ങനെ ഉണങ്ങിപ്പോകാൻ കാരണമെന്ന് മനസ്സിലായി, ഞങ്ങൾ അത്രയും വളർന്നായിരുന്നു, ഞങ്ങൾ തകർന്നു പോകാൻ കാരണം മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. എന്തിനാ വാക്ക് എഴുതിയത് അവിടെ? 80-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ആ വാക്യം അവിടെ എഴുതേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നല്ലോ. ദൈവം നട്ടു, അത് അസാധാരണമായി വളർന്നു, നദി വരെ അതിൻ്റെ ശിഖരങ്ങൾ നീണ്ടു, സമുദ്രം വരെ അത് നീണ്ടു. അതിൻ്റെ വളർച്ച കൊണ്ട് വലിയ മലകൾ, പർവ്വതങ്ങൾ പോലും മൂടിപ്പോയി. എന്തൊരു വളർച്ചയാണിത്! പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ ഞാനെന്തോ ഭാവമാണ്, ഞാൻ വലിയൊരാളാണ്, ഇനി എന്നെ തോപ്പിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. ദൈവം അതിൻ്റെ മതിൽ പൊളിച്ചു കളഞ്ഞു. ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് സങ്കീർത്തകൻ ഈ മുന്തിരി പ്രാർത്ഥിക്കുന്ന പോലെ എഴുതിയിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയില്ല. ഞങ്ങളുടെ തോൽവിയുടെയും പരാജയത്തിൻ്റെയും കാരണം ഞങ്ങൾക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവർ, എത്ര വലുതായാലും എത്ര ഉയർന്നാലും നട്ടവനെയും വളർത്തിയവനെയും മറക്കരുത്. നിങ്ങളെ നട്ട ഒരു ദൈവമുണ്ട്, നിങ്ങളെ വളർത്തിയ ദൈവമുണ്ട്. നിങ്ങളെ വളർത്തിയ ദൈവത്തെ പോലെയുള്ള ചില മനുഷ്യരും നിങ്ങളുടെ കൂടെയുണ്ട്. അവരെയൊന്നും മറക്കരുത്. ചിലരൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ പലതും മറന്നുപോയി. അതാണ് പലരും താഴെ വീണു പോകാൻ കാരണം. അഹങ്കരിച്ചാൽ കാട്ടിൽ നിൽക്കുന്ന ഓക്കുമരമാണേലും മണ്ണിൽ പോകും സുഹൃത്തെ എന്നൊരാൾ പറഞ്ഞതുപോലെ അത് ഓർക്കുന്നത്. അതായത് കാട്ടിൽ നിൽക്കുന്ന വലിയ ഓക്കുമരം, വലിയ ആളാണ്, മറ്റു മരങ്ങളെക്കാൾ വണ്ണവും മറ്റു മരങ്ങളെക്കാൾ പവറും വേരുറപ്പുമുള്ള ഓക്കുമരമാണേലും അഹങ്കരിച്ചാൽ അത് മണ്ണിൽ കിടന്നു പോകും, മണ്ണിൽ പോകും. അതുപോലെ തന്നെയാണ് അഹങ്കരിക്കുന്ന മനുഷ്യരും. പരിശുദ്ധ അമ്മയുടെ ആ ഒരു കൃതജ്ഞതാ പ്രാർത്ഥനയിൽ എഴുതിയിട്ടില്ലേ, അഹങ്കരിക്കുന്നവരെ ഇരിക്കുന്നത് സിംഹാസനത്തിലാണേലും ദൈവം അവിടുന്ന് അവനെ മറിച്ചിടുമെന്ന് അഹങ്കരിക്കരുത്. ഒരിക്കലും അഹങ്കരിക്കരുത്. വീട് വന്നു, കാറ് വന്നു, കളർ വന്നു എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കരുത്. ദൈവം നട്ട ജീവിതമാണ് നിങ്ങളുടേത്. ദൈവം തരാത്ത ഒന്നും നിന്റെ ജീവിതത്തിൽ ഇല്ല. ദൈവം തന്നതാണ് നിനക്കുള്ളത്. അഹങ്കരിക്കരുത്. അഹങ്കരിച്ചു കഴിഞ്ഞാൽ ദൈവം അതിൻ്റെ മതിൽ പൊളിച്ചു കളയും. മതിൽ പൊളിച്ചു കളഞ്ഞാൽ എന്നാ സംഭവിക്കും? ഞാൻ ഇത്രയും വളർന്ന ആളല്ലേ, ഞാനൊന്നും താഴെ പോകില്ലെന്നല്ല. അത് വായിക്കാം. 12-ാമത്തെ വാക്യം, അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട്? ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു. വഴിയേ പോകുന്നവർ, ഇന്ന് വരെ ഇതിലെ കയറാത്തവർ കയറി അതിനെ ഭരിക്കുന്നു, അതിൻ്റെ ഫലം പറിക്കുന്നു. അടുത്ത പന്നി, കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു, സകല ജന്തുക്കളും അതിനെ തിന്നുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. നല്ല സുരക്ഷിതമായി നിന്ന സമയമാണ്. അപ്പോൾ എല്ലാം അങ്ങ് വളർന്ന് പർവ്വതങ്ങളെ വരെ മൂടി അങ്ങ് വലിയ ഒരാളായപ്പം ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവം അന്നേരം ആ മതിൽ പൊളിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിൻ്റെയും എൻ്റെയും ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ജീവിതമാണ് നമ്മുടെ എല്ലാം. അപ്പോൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ചെതറിച്ചു കളയും, മറച്ചിടും. നോക്കൂ, ഒരു മുന്തിരിവള്ളി വളർന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മതിൽ പൊളിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ, ഞങ്ങൾക്കിനി ഒരിക്കലും ഒരു അബദ്ധം ഉണ്ടാവില്ല, ഞങ്ങളെ സമുദ്ധരിക്കണമേ, ഞങ്ങളെ പുതുക്കി പണിയണമേ. ഞങ്ങൾക്ക് തെറ്റു മനസ്സിലായി, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചു. ശാലോം ടിവിയിലൂടെ ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ വിമല പാതയിൽ എന്ന അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയ കുടുംബത്തിലുള്ള മാതാപിതാക്കളെ, നിങ്ങൾ ആരുമാകട്ടെ, സമ്പന്നരോ സാധാരണക്കാരോ ഇടത്തരക്കാരോ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുന്നവരോ എല്ലാ സമൃദ്ധിയുടെ ഒത്ത നടുവിൽ ജീവിക്കുന്നവരോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്തിരിയരുത്. അത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വിചാരമാണ്, ദൈവത്തിൻ്റെ സ്വരമാണത്. ദൈവത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയരുത്. പിന്തിരിയുമ്പോൾ നമ്മൾ അറിയില്ല, മതിലുകൾ പൊളിഞ്ഞു പോകും, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസോർഡർ ആകും. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ഇതാ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ നിന്ന് പിന്തിരിയരുതേ, ഞങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. ദൈവമേ, ഞങ്ങളുടെ നേരെ ദൃഷ്ടി ഞങ്ങൾ അങ്ങ് മാറരുത്, ഞങ്ങളെ തള്ളിക്കളയരുത്. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ,
ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. 1000 വട്ടം 19-ാമത്തെ ദിവസം ഒന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അതാണ് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് ഇതിനകത്ത്, 7-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുതിയതായി ഒന്ന് പുതുക്കപ്പെടും. ഞങ്ങൾ ഇനി ഒരിക്കലും അങ്ങിൽ നിന്ന് പിന്തിരിയത്തില്ല. വലിയ ബിസിനസ്സുകാരനാണ്, ഇഷ്ടം പോലെ വാഹനം മുറ്റത്ത് വയ്ക്കുന്നു, ഡ്രൈവർമാർ ഇഷ്ടം പോലെ, ഒരു ദൈവവിശ്വാസവും ഇല്ല. അതിനിടയിൽ വലിയൊരു സാമ്പത്തികമായ ഇടപാടിൽ പോയി ചെന്ന് പെട്ടു. ഇപ്പോൾ ലക്ഷങ്ങൾ വരും, കോടികൾ വരും, ബിസിനസ് പുറം രാജ്യത്ത്, അവിടെ ബിസിനസ് ഇവിടെ ബിസിനസ് എല്ലാം പൊട്ടിത്തകർന്നു. കൊറോണ കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി 1000 രൂപ അയാൾ മറ്റൊരാളോട് ചോദിക്കേണ്ടി വന്നു. അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ലല്ലോ സുഹൃത്തേ എന്ന് പറഞ്ഞു. 1000 എത്രയോ ലക്ഷങ്ങളുണ്ടായിരുന്ന മനുഷ്യൻ ഈ കൊറോണ കാലത്ത് 1000 രൂപയ്ക്ക് വേണ്ടി വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടി. ആ മനുഷ്യൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ, അയാളുടെ ലക്ഷക്കണക്കിന് രൂപ ഒരു കണക്കില്ല, രേഖയില്ലാതെ കയ്യിൽ നിന്ന് പോയി, ശൂന്യമായി പോയി, തകർന്നു പോയി. അയാൾക്ക് ഈ വചനം കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ജീവിതം കണ്ട് എഴുതി വെച്ച സങ്കീർത്തനമാണെന്ന് തോന്നുന്നു 80-ാം സങ്കീർത്തനം. ഞാനും ഈ മുന്തിരിവള്ളി പോലെയായിരുന്നു, വല്ലാതങ്ങ് വളർന്ന് ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള കാറ്, ഇഷ്ടമുള്ള വാഹനം, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള കട്ടിൽ, ഇഷ്ടമുള്ള ആളുകൾ എല്ലാം അടിപൊളി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആയിരുന്നു. പക്ഷെ ദൈവത്തെ മറന്ന് ദൈവം ആ മതിലങ്ങ് പൊളിച്ചു കളഞ്ഞു. താഴെപ്പോയി, വാടിപ്പോയി, ഉണങ്ങിപ്പോയി. 1000 രൂപയ്ക്ക് വേണ്ടി അയാൾ പറഞ്ഞു, എൻ്റെ ലക്ഷങ്ങളില്ലാത്തൊരു ദിവസമില്ലായിരുന്നു, എൻ്റെ കയ്യിൽ ലക്ഷങ്ങളില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. ഞാൻ 1000 രൂപയ്ക്ക് വേണ്ടി ഒരാളോട് ചോദിച്ചു. അയാൾ എന്നോട് മറുപടി പറഞ്ഞു, സുഹൃത്തേ എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ തകർന്നു പോയി. പ്രിയപ്പെട്ടവർ, ഈ മുന്തിരിവള്ളി ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് ഈ മുന്തിരിവള്ളി. അസാധാരണമായി അങ്ങ് വളരും. അപ്പം നട്ടവനെയും വളർത്തിയവനെയും തടമൊരുക്കിയവനെയും മറക്കരുതെന്ന്. അത് മറന്നാൽ അപകടമാണ്. ദൈവത്തെ മറന്നതാണ് അപകടം. ദൈവത്തെ ഉപേക്ഷിച്ചതാണെന്ന്. ഇത് വരും തലമുറകൾക്ക് ദൈവത്തെ വേണ്ട. ആർക്കും പ്രാർത്ഥന ഇഷ്ടമല്ല, ബൈബിൾ ഇഷ്ടമല്ല, വിശ്വാസം ഇഷ്ടമല്ല, ഇതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അവർ പറയുന്നത്, അവർ ഫോണിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അവർ പറയുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്താൽ 10 മിനിറ്റകം എത്തും, ഇത് മതി എന്നാണ് പറയുന്നത്. അതുപോരാ. ദൈവമില്ലെങ്കിൽ ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും മുന്നോട്ട് പോവില്ല. കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകും, കണക്കുകൂട്ട് തെറ്റിപ്പോവും. കാര്യങ്ങളൊക്കെ ഇപ്പം ചിന്തിക്കുന്ന പോലെ അങ്ങ് പോകുമെന്നാ വിചാരം. നടക്കത്തില്ലത്. ഇതുപോലെ ഒരു സെക്കൻഡിൽ നമ്മൾ നാളെ ഒരു സമയത്ത് ഇങ്ങനെ നിലവിളിക്കും, ദൈവമേ അങ്ങയുടെ ദൃഷ്ടി എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ, എന്നെ പുനരുദ്ധരിക്കണമേ, ഇനി ഒരിക്കലും ഞാൻ പിന്തിരിയില്ല. പ്രാർത്ഥിക്കുന്നു. 80-ാം സങ്കീർത്തനം നമുക്കുള്ളതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 19-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അഹങ്കരിക്കാൻ ഇടവരാതിരിക്കട്ടെ. ഞങ്ങൾക്ക് സമ്പത്ത് വന്നോട്ടെ, ആരോഗ്യം തന്നോട്ടെ, വീടും ഞങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തികവും ഒക്കെ ഒരു സൈഡിൽ വരുമ്പോഴും ഈ നട്ട ദൈവത്തെ, വളർത്തിയ ദൈവത്തെ, അനുഗ്രഹിച്ച ദൈവത്തെ മറക്കരുത്. ആ ദൈവത്തെ മറക്കരുത്. ആ ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത്. ആ ദൈവത്തെ മറക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അതിൻ്റെ മതിലുകളെ പൊളിച്ചു കളയും. താഴെ പോകും, ഉണങ്ങാൻ തുടങ്ങും, വാടിപ്പോകും. പിന്നീട് കരയാൻ ഇടയാകരുത്. ദൈവമേ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ എന്നെ സമുദ്ധരിക്കണമേ, സർവശക്തനായ ദൈവമേ എന്നെ പുനരുദ്ധരിക്കണമേ, എന്നെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം ഇന്നത്തെ ആരാധനയിലേക്ക് പ്രവേശിക്കുക. എന്നെ പുനരുദ്ധരിക്കണമേ. എന്നിട്ട് പറയണം, ഇനി ഒരിക്കലും ഞാൻ അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരുകയില്ല. ഞാൻ പിന്തിരിയത്തില്ല. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നല്ലൊരു ഉടമ്പടി ബന്ധം ഇതായിരിക്കട്ടെ. ഇതൊരു ഉടമ്പടി ബന്ധമാണ്. ദൈവമേ എനിക്ക് എന്തൊക്കെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നാലും നിന്നിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്തിരിയത്തില്ല. സങ്കീർത്തനം 80-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്, ഞങ്ങൾ ഒരിക്കലും അങ്ങിൽ നിന്ന് പിന്തിരിയാൻ ഇടവരരുതേ. കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, ഈ ഒരു വിശ്വാസത്തോടെ ആരാധനയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ